ഹലോ, രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ ഷോപ്പിങ്ങിനായിട്ട് പോവാണ്. അങ്ങനെ വലിയ പർച്ചേസിംഗ് ഒന്നും അല്ല, ജസ്റ്റ് 2-3 ഗിഫ്റ്റ്സ് വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളായണിയിലെ പോത്തീസിലേക്ക് പോവാണ്. തിരിച്ച് വന്ന ഉടനെ തന്നെ ഞങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. എൻ്റെ അപ്പച്ചിമാർ മാവേലിക്കരയിൽ നിന്ന് വരുന്നുണ്ട്. അതിലെ ഒരു അപ്പച്ചി ഇന്ന് ഇംഗ്ലണ്ടിലേക്ക് പോവാണ്. അവരുടെ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തു നിന്നാണ്. സോ അവർ ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ ഇവരുടെ കാര്യം ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രീവിയസ് വ്ളോഗ്സിലെല്ലാം. ചെട്ടികുളങ്ങര വ്ളോഗ്സ് കണ്ടവർക്കറിയാം, ഇവർ രണ്ടുപേരും ട്വിൻസാണ്. അണിമ അപ്പച്ചിയും സുരേഷങ്ങളും ശിവാനി ചേച്ചിയാണ് ഇംഗ്ലണ്ടിലുള്ളത്. 2 അപ്പച്ചിമാർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. ഒരു 6:30 ഒക്കെ ആയപ്പോഴേക്കുമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് അവർ റീച്ച് ആയത്. ഓണം കഴിഞ്ഞതുകൊണ്ട് തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു. അവർക്കെല്ലാം ഞങ്ങൾ ടീയും സ്നാക്സും ഒക്കെ കൊടുത്തു. അതിനുശേഷം ഞാനും ചേച്ചിമാരും കൂടെ മുകളിൽ ടെറസിലേക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഡിന്നർ കഴിക്കുകയാണ്. ശിവാനി ചേച്ചിക്കാണെങ്കിൽ ഇങ്ങനത്തെ നാടൻ സംഭവങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ഇവളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ചേച്ചിക്ക്. അങ്ങനെ അവർ എല്ലാം കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം 12:30 ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ചു പോവാണ്. അതിന് മുമ്പായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോയാണ്, അച്ഛനും അപ്പച്ചിമാരും കൂടെ ഉള്ള. അതിനുശേഷം അവരുടെ കാറ് വന്നു. ഞങ്ങളും അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ഫ്ലൈറ്റ് 4 മണിക്കായിരുന്നു. പക്ഷേ ചെക്ക് ഇൻ 1 o'clock ആകുമ്പോഴേക്കും ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു 12:30 ആയപ്പോഴേക്കും തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത്തവണ അജിത്തേട്ടനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും നല്ല വിഷമമുണ്ട് പോകുന്നതിലും എല്ലാം. അച്ഛൻ അപ്പോഴേക്കും അവരുടെ പാസ്പോർട്ടൊക്കെ നോക്കുകയാണ്. ബ്രിട്ടീഷ് പാസ്പോർട്ടാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അതൊക്കെ കാണുന്നത്. സോ എനിക്ക് വെച്ചും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണ്. ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. രുക്കു ചേച്ചിയും ശിവാനി ചേച്ചിയും ഒക്കെ കുറേ നേരം കരഞ്ഞു. എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇനി ഇവർ 1 year കഴിഞ്ഞൊക്കെ വരുള്ളൂ. സോ അതിൻ്റെ ഒരു വിഷമമാണ് എല്ലാവർക്കും. അങ്ങനെ അവർ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവർ ഇംഗ്ലണ്ടിലേക്കാണ് പോകുന്നത്. സോ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് കയറിയിട്ട് നെക്സ്റ്റ് ഡേ 7 o'clock 8 o'clock ആകുമ്പോഴേക്കേ ഇംഗ്ലണ്ടിൽ റീച്ച് ആവുള്ളൂ. ശിവാനി ചേച്ചി തീരെ ചെറുപ്പത്തിലെ UK പോയതാണ്. ചേച്ചി വളരെ കോൺഷ്യസ് ആയിട്ട് മലയാളം തന്നെയാണ് ഫുൾ യൂസ് ചെയ്യുന്നത്. ചേച്ചിക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട് മലയാളം പറയുന്നതിലും. പക്ഷേ അവർ 3 പേരും ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും യൂസ് ചെയ്യാറില്ല. എനിക്കതൊരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. രാത്രി 2 മണിയായി. സോ അത്രയേ ഉള്ളൂ. ബൈ.